വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ലൈറ്റുകളും എ.സിയും വാഷിംഗ് മെഷീനും ഒരുമിച്ച് ഓണാക്കുന്ന ശീലമുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. ഇനി മുതൽ ഒരേ വീടുകളിൽ ഒരേ അളവ് വൈദ്യുതി ഉപയോഗിച്ചാലും ഉപയോഗിക്കുന്ന സമയത്തിനനുസരിച്ച് നിങ്ങളുടെ കറണ്ട് ബിൽ കുത്തനെ ഉയർന്നേക്കാം. വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയുള്ള പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗിച്ചാൽ 25% അധിക തുകയും, എന്നാൽ പകൽ സമയങ്ങളിൽ ഉപയോഗിച്ചാൽ 10% ഡിസ്കൗണ്ടും നൽകുന്ന ടൈം ഓഫ് ഡേ ടാരിഫിലേക്ക് KSEB അതിവേഗം മാറുകയാണ്. ആരാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്? എന്തുകൊണ്ടാണ് KSEB ഈ മാറ്റം കൊണ്ടുവരുന്നത്? നിങ്ങളുടെ പ്രതിമാസ ബിൽ കൂടാതെ സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം? ദ കണക്റ്റഡ് ഹാബിറ്റാറ്റിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. പലരും വിചാരിക്കുന്നത് ഇതൊരു സാധാരണ നിരക്ക് വർധനവ് മാത്രമാണെന്നാണ്. എന്നാൽ ഇതിന് പിന്നിൽ അധികമാരും ശ്രദ്ധിക്കാത്ത വലിയൊരു കാരണമുണ്ട്. കേരളത്തിന്റെ പ്രതിദിന വൈദ്യുതി ഉപയോഗം പരിശോധിച്ചാൽ പകൽ സമയങ്ങളെക്കാൾ ഇരട്ടി ഉപയോഗമാണ് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള പീക്ക് ഹവേഴ്സിൽ സംഭവിക്കുന്നത്. എല്ലാവരും വീടുകളിലെത്തി AC, TV, വാട്ടർ ഹീറ്റർ, EV ചാർജറുകൾ എന്നിവ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. ഈ പീക്ക് സമയങ്ങളിലെ അമിതഭാരം താങ്ങാൻ KSEBക്ക് സ്വന്തം ഉൽപ്പാദനം തികയാതെ വരികയും പുറത്തുനിന്നും അമിത വില നൽകി വൈദ്യുതി വാങ്ങേണ്ടി വരികയും ചെയ്യുന്നു. അതേസമയം പകൽ സമയത്ത് സോളാർ ഊർജം ആവശ്യത്തിലധികം ലഭ്യവുമാണ്. അതിനാൽ ജനങ്ങളെ വൈകുന്നേരങ്ങളിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും പകൽ സമയത്തേക്ക് ഉപയോഗം മാറ്റിസ്ഥാപിക്കാനും പ്രേരിപ്പിക്കാനാണ് KSEB ടൈം ഓഫ് ഡേ ഡിഫറൻഷ്യൽ ടാരിഫ് രീതി നടപ്പിലാക്കുന്നത്. ഇത് എന്നെയും നിങ്ങളെയും പോലുള്ള ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഉയർന്ന ഉപഭോഗമുള്ള വീടുകൾ. പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾക്കാണ് പ്രധാനമായും ഇത് ബാധകമാകുന്നത്. പ്രോസ്യൂമർമാർ. വീട്ടിൽ സോളാർ വെച്ചിട്ടുള്ളവർ പ്രതിമാസം ഗ്രിഡിൽ നിന്ന് നെറ്റ് ഉപയോഗം 250 യൂണിറ്റിൽ കൂടുതലായാൽ ഈ താരിഫ് പരിധിയിൽ വരും. സ്മാർട്ട് മീറ്ററുകളുടെ വരവ്. പകൽ സമയമായ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സാധാരണ നിരക്കിൽ നിന്ന് 10% ഇളവ് ലഭിക്കും. എന്നാൽ പീക്ക് സമയമായ വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെ സാധാരണ നിരക്കിനു പുറമെ 25% അധികമായി നൽകേണ്ടി വരും. ഓഫ് പീക്ക് സമയമായ രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ സാധാരണ നിരക്കുമായിരിക്കും. ഇതിനായി പരമ്പരാഗത ഇലക്ട്രോമെക്കാനിക്കൽ മീറ്ററുകൾക്ക് പകരം കൃത്യമായ സമയമനുസരിച്ച് ഉപഭോഗം രേഖപ്പെടുത്തുന്ന സ്മാർട്ട് മീറ്ററുകളും ടൈം ഓഫ് ഡേ കോമ്പാറ്റബിൾ മീറ്ററുകളും സ്ഥാപിക്കുന്ന പ്രക്രിയ KSEB ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസത്തിലൊരിക്കൽ KSEB ജീവനക്കാർ വീട്ടിൽ വന്ന് മീറ്റർ റീഡിംഗ് എടുത്ത് കടലാസ് ബിൽ തരുന്ന പഴയ രീതിക്ക് സ്മാർട്ട് മീറ്ററുകൾ പൂർണ്ണമായി വിരാമമിടുന്നു. സ്മാർട്ട് മീറ്ററിന്റെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തത്സമയ വിവരങ്ങൾ. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ KSEB സ്മാർട്ട് പ്ലസ് മൊബൈൽ ആപ്പ് വഴി ഓരോ മണിക്കൂറിലും നിങ്ങൾ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുവെന്ന് തത്സമയം അറിയാൻ സാധിക്കും. ഏത് ഉപകരണമാണ് കൂടുതൽ കറണ്ട് എടുക്കുന്നത് എന്ന് വീട്ടിലിരുന്ന് കണ്ടെത്താം. പ്രീപെയ്ഡ് ഫോൺ മോഡൽ. മൊബൈൽ ഫോണുകൾ റീചാർജ് ചെയ്യുന്നത് പോലെ KSEB അക്കൗണ്ടിലേക്ക് മുൻകൂട്ടി പണം റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയാണിത്. കയ്യിലുള്ള ബാലൻസ് തീരുന്നതിനനുസരിച്ച് ആപ്പിൽ നിന്ന് അലേർട്ടുകൾ വരും. ഓട്ടോമാറ്റിക് ഡിജിറ്റൽ റീഡിംഗ്. മീറ്റർ റീഡർ വീട്ടിൽ വരേണ്ടതില്ല. മീറ്ററിലെ സെല്ലുലാർ സിം കാർഡ് വഴി ഉപയോഗ വിവരങ്ങൾ KSEB സെർവറിലേക്ക് കൃത്യമായി തത്സമയം അയക്കപ്പെടുന്നു. പീക്ക് ടൈം കൃത്യത. പകൽ സമയത്ത് ഉപയോഗിച്ച വൈദ്യുതിക്കും രാത്രി പീക്ക് സമയത്ത് ഉപയോഗിച്ച വൈദ്യുതിക്കും വെവ്വേറെ കണക്കുകൾ റെക്കോർഡ് ചെയ്യാൻ ഈ ഡിജിറ്റൽ മീറ്ററുകൾക്ക് സാധിക്കും. ഈ പുതിയ താരിഫ് സമ്പ്രദായത്തിൽ കറണ്ട് ബിൽ കുത്തനെ ഉയരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെവി ലോഡുകൾ പകൽ സമയത്തേക്ക് മാറ്റുക. വാഷിംഗ് മെഷീൻ, വാട്ടർ പമ്പ്, EV ചാർജിംഗ് എന്നിവ വൈകുന്നേരം 6-നും 10-നും ഇടയിൽ പ്രവർത്തിപ്പിക്കാതെ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്ന രാവിലെ 6-നും വൈകുന്നേരം 6-നും ഇടയിലുള്ള സമയത്തേക്ക് മാറ്റുക. സ്മാർട്ട് ടൈമറുകൾ ഉപയോഗിക്കുക. നിങ്ങൾ ഓഫീസിലോ ജോലിയിലോ ആണെങ്കിലും വാട്ടർ ഹീറ്ററുകളും ചാർജറുകളും പകൽ സമയത്ത് മാത്രം പ്രവർത്തിക്കാൻ സ്മാർട്ട് പ്ലഗുകളോ ടൈമറുകളോ സജ്ജീകരിക്കുക. AC ക്രമീകരണങ്ങൾ. വൈകുന്നേരം 6 മണിക്ക് തന്നെ AC ഏറ്റവും കുറഞ്ഞ താപനിലയിലിടാതെ 24 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ സെറ്റ് ചെയ്യുക. ഇത് പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറയ്ക്കും. ഹൈബ്രിഡ് സോളാർ ആൻഡ് ബാറ്ററി സിസ്റ്റം. വീട്ടിൽ ഹൈബ്രിഡ് സോളാർ ഉള്ളവർ പീക്ക് സമയങ്ങളിൽ ഗ്രിഡ് പവറിന് പകരം സോളാർ ബാറ്ററിയുടെ പവർ ഉപയോഗിച്ച് വീട് പ്രവർത്തിപ്പിക്കുക. കാലാവസ്ഥാ വ്യതിയാനവും ഊർജ്ജ ആവശ്യങ്ങളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മളും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. സ്മാർട്ട് മീറ്ററുകളും ടൈം ഓഫ് ഡേ ടാരിഫും കേവലം ഒരു സാമ്പത്തിക ബാധ്യതയല്ല, മറിച്ച് നമ്മുടെ ഊർജ്ജോപഭോഗത്തെ കൂടുതൽ സ്മാർട്ടാക്കാനുള്ള ഒരു അവസരമാണ്. ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങളും സ്മാർട്ട് ഹോം ഉപകരണങ്ങളും നമ്മുടെ വീടുകളിൽ വ്യാപകമാകുമ്പോൾ ഈ ഡിജിറ്റൽ ഗ്രിഡ് സംവിധാനം ഊർജ്ജത്തിന്റെ ദുരുപയോഗം തടയാനും ഗ്രീൻ എനർജി പ്രോത്സാഹിപ്പിക്കാനും വലിയ പങ്കുവഹിക്കും. ഗ്രിഡിലെ വൈദ്യുതി ഉപഭോഗത്തിലെ കയറ്റിറക്കങ്ങൾ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നതിലൂടെ
അനാവശ്യമായ ലോഡ് ഷെഡിങ്ങുകളും പവർ കട്ടുകളും ഒഴിവാക്കി കൂടുതൽ സുസ്ഥിരമായ ഒരു പവർ നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. സാങ്കേതിക വിദ്യയും പ്രകൃതിയും ഊർജ്ജ വ്യവസ്ഥകളും നമ്മളുടെ നിത്യജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്നറിയാൻ ദി കണക്റ്റഡ് ഹാബിറ്റാറ്റ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ടെക് ഡോക്യുമെന്ററിയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് ദി കണക്റ്റഡ് ഹാബിറ്റാറ്റ്. നന്ദി, നമസ്കാരം.